പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് കനത്ത അടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. നാണക്കേട് ഭയന്ന ലോക പോലീസായ അമേരിക്ക കാര്യങ്ങൾ വെളിപ്പെടുത്താത്തതാണെന്നും വിവരങ്ങൾ. പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ പുറത്തു വന്നതിനേക്കാൾ അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മേഖലയിലെ US താവളങ്ങൾക്കും സൈനിക ഉപകരണങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇവയുടെ അറ്റകുറ്റപ്പണികൾക്കായി ബില്യൺ കണക്കിന് ഡോളർ ചെലവാകുമെന്നും ഉന്നത US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച NBC റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ മേഖലയിലെ 7ഓളം രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. സൈനിക സംഭരണശാലകൾ, കമാൻഡ് സെന്ററുകൾ, വിമാന ഹാങ്ങറുകൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ആക്രമണത്തിൽ വൻതോതിൽ കേടുപാടുകൾ സംഭവിച്ചു. റൺവേകൾ, റഡാർ സംവിധാനങ്ങൾ, അത്യാധുനിക യുദ്ധവിമാനങ്ങൾ എന്നിവയും തകർക്കപ്പെട്ടു. അമേരിക്കയുടെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ഇറാന്റെ പഴയ F-5 യുദ്ധവിമാനം വരെ ആക്രമണം നടത്തിയത് പെന്റഗണിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതേസമയം നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ US പ്രതിരോധ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. വിവരങ്ങൾ കൈമാറുന്നതിലെ ഈ സുതാര്യമില്ലായ്മയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. സഭയിൽ റെക്കോർഡ് ബജറ്റ് ആവശ്യപ്പെടുന്ന പെന്റഗൺ യഥാർത്ഥത്തിൽ സംഭവിച്ച ആഘാതം മറച്ചുവെക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നു. യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ സൈനിക നീക്കങ്ങൾക്കായി $11 ബില്യൺ അമേരിക്ക ചിലവാക്കി കഴിഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രത്യാക്രമണം അമേരിക്കൻ സൈനിക ബജറ്റിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2026-ലേക്കായി നിലവിൽ അനുവദിച്ച $838.5 ബില്യൺ പുറമെ ഇറാനിലെ ട്രംപിന്റെ സൈനിക നീക്കങ്ങൾക്കായി $200 ബില്യൺ കൂടി പെന്റഗൺ അധികമായി ആവശ്യപ്പെട്ടേക്കും. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിരോധ ബജറ്റിൽ 50% വർധനവ് വരുത്തി $1.5 ട്രില്യൺ വേണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. താവളങ്ങൾക്കുണ്ടായ വൻ തകർച്ച കൂടി പരിഗണിക്കുമ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യത ഇനിയും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ.